30 ആയത്തുള്ള ഒരു സൂറത്ത്. ഏതാണത്? തബാറക സൂറത്ത്. എല്ലാ ദിവസവും പതിവാക്കുന്ന ആണോ പെണ്ണോ ആണെങ്കിൽ അവർക്ക് ഖബറിൽ ചോദ്യമുണ്ടാവില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല, ആ തബാറക എന്ന് പറയുന്ന സൂറത്ത് എല്ലാ ദിവസവും ആണുങ്ങളെ നാം ചൊല്ലി വന്നാൽ, സഹോദരിമാരെ, ജീവിതത്തിൽ നമ്മൾ ശാരീരികമായി കഴിയുമ്പോഴൊക്കെ, അതായത് ഖുർആൻ ഓതാൻ പറ്റാത്ത സമയമുണ്ട്, അതൊഴിച്ച് ബാക്കിയുള്ള സമയങ്ങളൊക്കെ തബാറക സൂറത്ത് ഒരു ദിവസത്തിൽ ഓതുന്ന ഒരു സ്വഭാവം നമ്മളിൽ വന്നാൽ ഖബർ പിന്നെ നമ്മളെ മണിയറയേക്കാളും രസമുള്ള സ്ഥലമാണ്. മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു വഴിയിലൂടെ നടന്നു വരുമ്പോ, യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ വിശ്രമിക്കുകയാണ്. ഒരു സ്ഥലത്ത് വിശ്രമിക്കുകയാണ്. വിശ്രമിക്കാൻ ഒരു സ്വഹാബി ടെന്റ് കെട്ടി കിടന്നുറങ്ങുമ്പോ പാതിരാ സമയത്ത് ആ സ്വഹാബി തബാറക സൂറത്ത് കേൾക്കുകയാണ്. ഒരു സ്വഹാബത്ത് അനുയായികൾ ഇങ്ങനെ വരിക, അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും വരികയാണ്. അപ്പൊ ഒരു വിശ്രമിക്കുകയാണ്. അതിൽ ഒരു സ്വഹാബി ടെന്റ് കെട്ടിയിട്ട് മുസല്ല വിരിച്ച് പരവത വിരിച്ച് കിടന്നുറങ്ങുക. ഉറക്കത്തിൽ പാതിരാത്രി തബാറക സൂറത്ത് ഇങ്ങനെ കേൾക്കുകയാണ്. എവിടുന്നാണ് റബ്ബേ തബാറക സൂറത്ത് കേൾക്കുന്നത്? ഇങ്ങനെ നോക്കി, എവിടുന്ന് പിടുത്തം കിട്ടണില്ല. നോക്കുമ്പോ വിരിച്ച കിടക്കുന്ന വിരിപ്പിന്റെ അടിയിൽ നിന്നാ. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത്, ഞാൻ അറിയാതെ ഒരു അബദ്ധം സംഭവിച്ചു പോയി. ഈ കിടക്കുന്നത് ഖബറിന്റെ മുകളിലാണ്. എഴുന്നേറ്റു. ഈ ഖബറിന്റെ ഉള്ളിൽ നിന്നാണ് തബാറക സൂറത്ത് കേൾക്കുന്നത്. കേൾക്കണം സഹോദരങ്ങളെ, സഹോദരികളെ, അതിന്റെ ഉള്ളിൽ നിന്നാണ് തബാറക സൂറത്ത് കേൾക്കുന്നത്. ഉടനെ അതാ ഈ സ്വഹാബി എഴുന്നേറ്റ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് പോയി റസൂലുള്ളാഹിനോട് കാര്യം പറഞ്ഞ്, നബിയെ, അറിയാതെ ഞാൻ വിരിച്ച് കിടന്നത് ഖബറിന്റെ മുകളിലാ. രാത്രി സമയത്ത് ഞാൻ അതിന്റെ ഉള്ളിൽ നിന്ന് തബാറക കേട്ടു നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തബാറക അങ്ങനെയാണ് സ്വഹാബികളെ, അത് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ ഉമ്മമാരെ, രക്ഷിതാക്കളെ, ഞാൻ പറയാണ്, ഓരോരോ ദിവസവും നമ്മളപ്പോ ഇന്നിപ്പോ ഓൺലൈനിന്റെ ലോകാണ്. ഓൺലൈൻ ക്ലാസ്, ഓൺലൈൻ സ്വലാത്ത്, ഓൺലൈൻ ദിക്ർ, ഓൺലൈൻ വയല്, അങ്ങനത്തെ ഒരു കാര്യമാണല്ലോ ഇന്ന്. യാത്രയായ ആണുങ്ങളും പെണ്ണുങ്ങളും ഓൺലൈൻ വയല് കേട്ടുകൊണ്ടിരിക്കുന്ന കാലാണ്. അതുകൊണ്ടൊക്കെ എന്താണ് ഉണ്ടാകുന്നത് അല്ലാഹു അഅലം. കാരണം ഓൺലൈൻ വയലൊന്നും കേൾക്കാൻ പറ്റാത്തൊരു കാലത്ത് അപ്പം നമ്മൾ ജീവിക്കുന്നത്. കാരണം ഓൺലൈനിൽ ഉസ്താദ് ഇങ്ങനെ വയലറിനുണ്ടാവും. എന്താ വയലറിങ്ങൾ? അള്ളാനെ പേടിക്കണം, മഹ്ശറിൽ പോകണം, ആഖിറത്ത് പോകണം എന്ന് പറഞ്ഞ് അള്ളാനെ പേടിക്കണം എന്ന് പറയുമ്പോൾ കാണാം അയാളെ വയലാണ് നിർത്തിയാണ്ട് പിന്നെ ഒരു പെണ്ണ് തുണിയിച്ചിട്ട് ചാടണം. അതാണ് ഇപ്പൊ സ്വർഗത്ത് കാണാൻ പോകാനുള്ള സാധനം. അല്ലേ ചോക്കണം, മൂല്യരിങ്ങനെ വയലറിയണം, ആഖിറം നരകൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്ന അടിയിൽ കൂടി കാണാം ഒരു പെണ്ണ് തുണിയിച്ചിട്ടാണ് ചാടണം. അതുവരെ കേട്ടതൊക്കെ വാത്തിലായി. ഇനി രണ്ടാമത് തുടങ്ങിയിട്ട് വേണം. ഇതാണ് ഓൺലൈൻ. ഞാൻ എൻ്റെ ഉമ്മമാരോട് ഉപ്പമാരോടൊക്കെ പറയാണ്, ഓൺലൈൻ എന്ന് പറഞ്ഞാല് അതാ കൊറോണ സാധനമാണ്. അതൊക്കെ തൽക്കാലം മാറ്റിവെച്ച് നമ്മളെ ഖുർആൻ കണ്ണുകൊണ്ട് നോക്കി ഓതിയും അല്ലാഹു നമുക്ക് സന്തോഷം തരും. നമ്മളെ സബീന മറിച്ച് നോക്കി ഓതിയും. മഹാനായ ശൈഖുന മരക്കാർ ഉസ്താദ് അല്ലാഹു ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ, എപ്പോഴും പറയും, മക്കളെ, മൗലൂദ് പോലും നിങ്ങൾ മൊബൈൽ, വേറെ ഒരു വഴിയില്ല ഞാൻ മൊബൈൽ നോക്കുക എന്നല്ലാതെ, സബീന ഉണ്ടെങ്കിൽ മൗലൂദ് മൊബൈൽ നോക്കി ഓതരുത് കേട്ടോ, അത് അദബുകാരാണ് എന്ന് പറയും. സെബീൻ ഉണ്ടെങ്കിൽ പിന്നെ മൊബൈൽ നോക്കി നിങ്ങൾ മൗലൂദ് ഓതരുത്, സെബീനി തന്നെ ഓതണം. അതാണ് അല്ലാഹുവിന്റെ മഹാന്മാരുടെ കർമ്മവും പ്രവർത്തനവും. അതേ പ്രകാരം നമ്മളെ കയ്യിൽ ചെറിയ ഏടുണ്ടെങ്കിൽ ആ ഏടിൽ നോക്കി ഓതുക, അല്ലാതെ മൊബൈൽ തുറന്നു വെച്ച് അതിൽ ഏതോ ഒരു ഉസ്താദ്, ആ ഉസ്താദിന്റെ പേരിൽ പെണ്ണുങ്ങളൊപ്പം ഇങ്ങനെ ഇരുന്ന് ചൊല്ലുക, അത് മാത്രം നമ്മൾ ഇതെല്ലാം ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ അറിയാതെ മാറുന്നുണ്ടോ എന്ന് പേടിക്കണം. നമ്മളെ സബീന ചെതല് സഹോദരിമാര് അതൊക്കെ മാറ്റി മൊബൈലിന്റെ മുമ്പിൽ ഇരിക്കുന്നവര് അപകടകരമായ ഒരു അവസ്ഥ വന്നു പോകാതെ ഉമ്മമാരെ, കണ്ണ് തെളിയാനും കണ്ണ് പ്രകാശിക്കാനും അത് കാരണമാകും. അല്ലാഹേ, കഴിവിന്റെ പരമാവധി അങ്ങനെ ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ അമലുകൾ. കാരണം നമ്മൾ മരിച്ച് നമ്മളെ മറവ് ചെയ്ത് ആളുകളൊക്കെ ഇങ്ങോട്ട് തിരിച്ചു പോന്നാൽ നമ്മളെ ഖബറിൽ കൂടെ നിൽക്കുന്ന ഒരു സാധനം, അത് അടുക്കുമ്പോ ഫുജ്അത്തുൽ മൗത്ത് വർദ്ധിക്കും, പെട്ടെന്നുള്ള മരണം കൂടി വരുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ
വീട് പുതിയ വീടുണ്ടാക്കി വീടിന്റെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി വരുന്നതിന് മുമ്പ് മരിച്ച വാർത്ത കേട്ട ഞാനും നിങ്ങളുമല്ലേ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വന്തം പോകുമ്പോ എന്റെ മകൻ ഗൾഫിലുണ്ട്, എന്റെ മകന് നീ കുറച്ചപ്പെട്ടി അവിടെ എത്തും മുമ്പ് മകൻ അറ്റാക്കായി മരിച്ച വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ യുവാക്കളെ ഞാനും നിങ്ങളും കേൾക്കുമ്പോ ഖിയാമത്ത് നാൾ വർദ്ധിക്കുമ്പോ പെടുന്നതിനുള്ള മരണം വർദ്ധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മരണത്തെ തടയാൻ ലോകത്തൊരു ശക്തിക്ക് കഴിയില്ല. പിന്നെ ആരാണ് മനസ്സമാധാനമുള്ളവനെന്നറിയോ? മരിച്ചാലും ഞാൻ റബ്ബിലേക്കല്ലേ പോകുന്നത്, ഞാൻ റബ്ബിന് ഇഷ്ടമുള്ള ജീവിതമല്ലേ നയിച്ചിട്ടുള്ളൂ. എന്റെ റബ്ബ് ഇഷ്ടപ്പെടാത്ത വഴിയിലൂടെ ഞാൻ ജീവിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് പോകാനുള്ളത് എന്റെ റബ്ബിലേക്കാ. അതുകൊണ്ട് ഞാനെന്തിന് പേടിക്കണമെന്ന് ചിന്തിക്കുന്ന മനസ്സുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു നമുക്ക് ആ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. സൗഭാഗ്യ. കാരണം നമ്മളെ മറവ് ചെയ്ത് ആളുകളൊക്കെ ഇങ്ങോട്ട് തിരിച്ചു പോന്നാൽ റൂഹിനെ ഖബറിലേക്ക് തിരിച്ചു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതോടുകൂടെ കണ്ണു തുറന്നിങ്ങനെ നോക്കുകയാണ്, പഠിച്ചോനെ എവിടെ എന്റെ മുതലും പണവും വീടും വീട്ടുകാരിയും കൂട്ടുകാരനും കുടുംബക്കാരും മക്കളൊക്കെ എവിടെ? ആരെയും എവിടെയും കാണാനില്ല, ആരെയും എവിടെയും കാണാനില്ല. ആ സമയത്തതാ നമ്മളെ മുമ്പിലേക്ക് പുഞ്ചിരിക്കുന്ന മുഖവുമായി ഒരാളോടി വരികയാണ്. പുഞ്ചിരിക്കുന്ന മുഖവുമായി ഒരാളോടി വരികയാണ്. നമ്മളോട് ചോദിക്കും, എന്നെ അറിയുമോ? എന്നറിയോ? നമ്മൾ പറയും പരിചയമില്ല. ഞാൻ നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ്. തിരക്കിനിടയിലും അല്ലാഹനെ പേടിച്ച് ജീവിച്ചവനല്ലേ നീ? ഏത് കോലാഹലത്തിനിടയിലും അല്ലാഹ് ഇഷ്ടപ്പെടാത്ത വഴിയിൽ പോകാത്തവനല്ലേ നീ? അതുകൊണ്ട് ഞാൻ നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ്. അതുകൊണ്ട് ഞാൻ നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ്, ഭയപ്പെടണ്ട. ഞാൻ നിന്റെ കൂടെയുണ്ടാകും. ഇനി ഖിയാമത്ത് നാൾ വരെയും കാളമഹ്ശറയിലും ഞാൻ നിന്റെ കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞ് ഉമ്മമാരെ നമ്മളെ കൂടെ നിൽക്കാൻ, നമ്മളെ ഒപ്പം നിൽക്കാൻ, നമുക്ക് ദുഃഖം തരാത്ത ജീവിതം തരാൻ നമ്മൾ ഈ ദുനിയാവിൽ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾ ഉണ്ടാകും കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ കരളായ മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ നാളെ ഖബറിൽ മറവ് ചെയ്ത ആളുകൾ തിരിച്ചു പോന്നാൽ നിങ്ങളെ അമലുകൾ നിങ്ങളെ കൂടെയുണ്ടാകുമെന്ന മുത്തൊളിയെ മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ അവസാനിക്കും. കാരണം രണ്ടാമത്തെ ഒന്ന് സ്വദഖത്തുൻ ജാരിയ, നല്ല കാര്യത്തിന് നിങ്ങൾ ചെയ്യുന്ന സ്വദഖയാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന, അള്ളാഹുവിനെ പഠിച്ച റബ്ബിന്റെ പൊരുത്തം നേടാൻ നിങ്ങൾ ചെയ്യുന്ന സ്വദഖയാണ് സ്വദഖ. കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക, പള്ളിയെ സഹായിക്കുക, മദ്രസയെ സഹായിക്കുക, ദീനീ പ്രവർത്തനം SKSSF പോലെയുള്ള ദീനീ പ്രവർത്തനത്തിന് സഹായം നൽകുക, സഹചാരി പോലെയുള്ള സാധു സംരക്ഷണത്തിലേക്ക് സഹായിക്കുക. ഇങ്ങനെ അല്ലാഹുവേ നിന്റെ പൊരുത്തമല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട റബ്ബേ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വദഖ ചെയ്യുന്നവന്റെ സ്വദഖ പേരെടുക്കാനല്ല, ആളുകൾ അറിയാനല്ല, പത്രത്തിൽ ഫോട്ടോ വരാനല്ല, പിന്നെയോ അല്ലാഹുവേ നിന്റെ സ്വർഗം കിട്ടാനാണെന്ന മനസ്സോടെ. എന്ത് ഈ ഗാനമേളക്ക് ഞാൻ കൊടുത്തത് എത്രയാ? ഒരു മജ്‌ലിസുൻ നൂറിന്റെ വയലുണ്ട്, പരസ്യം തരുമോ? കച്ചവടക്കാരോ അതല്ലെങ്കിൽ ആളുകൾ പറയും കുറേ കൊടുത്ത് ആ ഫണ്ടൊക്കെ തീർന്നു പോയി. വയലിനൊരു പരസ്യം തരുമോ? കൊടുത്ത് ആ ഫണ്ടൊക്കെ അവസാനിച്ചു, ഞാൻ ഒരു ഫണ്ടും ഇല്ല. അത് കഴിഞ്ഞൊരു മാസം കഴിഞ്ഞാൽ ആ നാട്ടില് ഇവിടുന്നൊക്കെയോ ചില പെണ്ണുങ്ങൾ വന്ന് പാട്ട് പാടുകയാണ്. വലിയ വലിയ സ്ത്രീകൾ സ്റ്റേജിൽ കയറി പാട്ട് പാടി ഒപ്പന കളിക്കുകയാണ്. വിശാലമായ പോസ്റ്ററുകൾ ഇറങ്ങുന്നുണ്ട്, ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിലോ ആയിരക്കണക്കിന് രൂപയുടെ പരസ്യമോ. ഈ അന്ന് കൊടുത്തു തീർന്ന മനുഷ്യന്റെ പരസ്യം അന്ന് കൊടുത്തു തീർന്നു, ഇന്ന് കൊടുക്കാൻ തുടങ്ങുന്നു. എവിടെയാ വ്യത്യാസം എന്നറിയോ? മോനെ, നിന്റെ മനസ്സിൽ പിശാച് കയറുകയാ. കാരണം നിന്നെ മറവ് ചെയ്ത് ഖബറിലടക്കം ചെയ്ത നാട്ടുകാര് തിരിച്ചു പോന്നാൽ നിന്റെ ഖബറിൽ സ്വദഖത്തുൻ ജാരിയ, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ നീ കൊടുത്ത സ്വദഖയുണ്ടാകുമെന്ന മുത്തളിയെ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിൽ നിന്ന് തടയുകയാണ് ഇബ്ലീസ്. നമ്മളോ അറിയാതെ ഇബ്ലീസിന്റെ അടിമയായി മാറുക.
മാറുകയാ. ആ കൂട്ടത്തിൽ സ്വതക്കകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വതക്ക അത് അവനവന്റെ കുടുംബത്തിന് കൊടുക്കുന്ന സ്വതക്കയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണ് സ്വതക്ക എല്ലാറ്റും നമ്മൾ ചെയ്യണം. ആ കൂട്ടത്തിൽ 2 കൂലി കിട്ടുന്ന സ്വതക്ക ഏതാണെന്നറിയോ? അവനാന്റെ കുടുംബത്തിന് കൊടുക്കുന്ന സ്വതക്കയാണ്.